അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ചക്കലുവ ഉണ്ടാക്കാം. അതിനായി ഞാൻ പഴച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. കുരുകളഞ്ഞ ചക്ക ഉരുളിയിലിട്ട് നെയ്യൊഴിച്ച് നന്നായി നമുക്ക് വഴറ്റി കൊടുക്കാം. ഇവിടെ പഴച്ചക്ക ആയതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ഉപയോഗിച്ചത്. അതല്ല വരിക്കച്ചക്കയാണെങ്കിൽ ഒന്ന് നമുക്ക് വിസിലടുപ്പിച്ച് നമുക്ക് ഉരുളിയിലിടാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചക്ക നമുക്ക് നന്നായി വഴറ്റി കൊടുക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനിടയിൽ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാനുണ്ട്. അതിനായി ഞാനിവിടെ 2 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 6 or 7 ഏലക്ക നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ എടുത്തതിന് ശേഷം രണ്ടാം പാൽ എടുക്കാൻ വേണ്ടി 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് നമുക്ക് രണ്ടാം പാലും എടുക്കാവുന്നതാണ്. പാല് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ശർക്കര പാനി ഉണ്ടാക്കാം. അതിനായി 4 ശർക്കര എടുത്തിട്ടുണ്ട്. രണ്ടാം പാലിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് നമുക്ക് നന്നായി കലക്കി വെക്കാം. വഴറ്റുന്ന ചക്കയിലേക്ക് 1/2 സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം മാറ്റി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പിന്നീട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. അതിനിടയിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എടുത്തു വെച്ച രണ്ടാം പാലിൻ്റെയും അരിപ്പൊടിയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ തമ്പാലും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുക. ഇടയിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ചക്കയുടെ വെള്ളം വറ്റിയതിന് ശേഷം ചെറിയ തീയിൽ നമുക്ക് അടുപ്പിൽ വെക്കാവുന്നതാണ്. ചക്ക നന്നായി വരണ്ട് വന്നതിന് ശേഷം കിണ്ണത്തിൽ നെയ്യ് തടവി നമുക്ക് ചക്ക പരത്തി വയ്ക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.